ശാന്തി 12-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യമായ ബാബയിലൂടെ സംഗമത്തിൽ നിങ്ങൾക്ക് സത്യത്തിൻ്റെ വരദാനം ലഭിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും അസത്യം പറയുവാൻ സാധിക്കില്ല. ചോദ്യം: നിർവികാരി ആകുന്നതിനായി കുട്ടികളായ താങ്കൾ ഏതൊരു പ്രയത്നം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ആത്മാഭിമാനി ആകുന്നതിൻ്റെ പ്രയത്നം തീർച്ചയായും ചെയ്യണം. ഭൃഗുടിയുടെ മധ്യത്തിൽ ആത്മാവിനെ തന്നെ നോക്കുന്ന അഭ്യാസം ചെയ്യൂ. ആത്മാവായി ആത്മാവിനോട് സംസാരിക്കൂ. ആത്മാവായി കേൾക്കൂ. ദേഹത്തിലേക്ക് ദൃഷ്ടി പോകരുത്. ഇതാണ് മുഖ്യ പ്രയത്നം. ഈ പ്രയത്നത്തിലാണ് വിഘ്നം വരുന്നത്. എത്ര സാധിക്കുമോ ഇത് അഭ്യസിക്കൂ. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. മധുരമായ കുട്ടികൾക്ക് ബാബ സൃഷ്ടി ചക്രം എങ്ങനെയാണ് തിരിയുന്നത് എന്ന് സ്മൃതി വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിലൂടെ എന്തെല്ലാം അറിഞ്ഞുവോ, ബാബ ഏതൊരു വഴി പറഞ്ഞു തന്നുവോ അത് ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്നതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ആരാണോ പൂജ്യരും വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നത് അവർ തന്നെ പിന്നീട് പൂജാരിയാകുന്നു. പരമാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതിയിൽ വന്നു കഴിഞ്ഞു. ഇത് തികച്ചും ശരിയായ കാര്യമാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ സമാചാരം ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. മറ്റാരെയും ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുകയില്ല. ഈ മഹിമ ശ്രീകൃഷ്ണൻ്റെതല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കൃഷ്ണന്റെ ആത്മാവ് ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് വണ്ടർഫുൾ കാര്യങ്ങളാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ഇങ്ങനെ വളരെയധികം സാധു സന്യാസിമാർ പല പല പ്രകാരത്തിലുള്ള ഹഠയോഗവും മറ്റും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തന്നെ ഭക്തിമാർഗമാണ്. സത്യയുഗത്തിൽ നിങ്ങൾ ആരുടെയും പൂജ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ പൂജാരിയാകുന്നില്ല. പൂജ്യ ദേവി ദേവതമാർ ഉണ്ടായിരുന്നു എന്ന് അവരെ പറയുന്നു, ഇപ്പോഴില്ല. അതേ പൂജ്യർ പിന്നെ ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. ബാബു പറയുന്നു, ഇദ്ദേഹവും പൂജ ചെയ്തിരുന്നുവല്ലോ. മുഴുവൻ ലോകവും ഈ സമയം പൂജാരിയാണ്. പുതിയ ലോകത്തിൽ ഒരേ ഒരു പൂജ്യ ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരിക്കുന്നു. കുട്ടികൾക്ക് സ്മൃതിയിൽ വന്നു. തീർച്ചയായും ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഇത് തികച്ചും ശരിയാണ്. തീർച്ചയായും ഗീത എപ്പിസോഡാണ്. ഗീതയിൽ കേവലം നാമം മാറ്റിയിരിക്കുന്നു. അത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി തന്നെ നിങ്ങൾ പ്രയത്നിക്കുന്നു. 2500 വർഷമായി ഗീത കൃഷ്ണൻ്റേതാണ് എന്നാണ് മനസ്സിലാക്കി വന്നത്. ഇപ്പോൾ ഒരു ജന്മത്തിൽ മനസ്സിലായി, ഗീത നിരാകാരനായ ഭഗവാനാണ് കേൾപ്പിച്ചത്. ഇതിൽ സമയമെടുക്കുമല്ലോ. ഭക്തിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. വൃക്ഷം എത്ര വിസ്താരമുള്ളതാണ്. നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതു കുട്ടികൾക്കാണോ നിശ്ചയമുണ്ടാകുന്നത് അവർ നിശ്ചയത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിശ്ചയമില്ലെങ്കിൽ സ്വയവും
കുഴങ്ങിപ്പോകും. എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ? എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടാകില്ലല്ലോ എന്ന്. ഇപ്പോൾ നിർഭയരായിട്ടില്ലല്ലോ. നിർഭയരാകുന്നത് പൂർണ്ണമായും ദേഹി അഭിമാനിയായി മാറുമ്പോഴാണ്. ഭയപ്പെടൽ ഭക്തിമാർഗത്തിലാണ് ഉള്ളത്. നിങ്ങളേവരും മഹാവീരന്മാരാണ്. മായയുടെ മേൽ എങ്ങനെയാണ് ജയം നേടുന്നത് എന്നത് ലോകത്തിൽ ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ സ്മൃതിയിൽ വന്നു. മുൻപും ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്മനാഭവ. പതീത പാവനായ ബാബ തന്നെയാണ് വന്ന് ഇത് മനസ്സിലാക്കിച്ചു തരുന്നത്. ഗീതയിൽ ഈ വാക്കുണ്ട്, പക്ഷേ ഇങ്ങനെ ആരും മനസ്സിലാക്കിച്ചു തരുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനി ഭവ. ഗീതയിൽ വാക്കുണ്ടല്ലോ, അത് മാവിൽ ഉപ്പ് പോലെയാണ്. ബാബ ഓരോ കാര്യത്തിലും നിശ്ചയം വരുത്തുന്നു. നിശ്ചയ ബുദ്ധി വിജയന്തി. നിങ്ങളിപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലും തീർച്ചയായും കഴിയണം. എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. സർവീസ് ചെയ്യേണ്ടതുണ്ട്. സെന്റേഴ്സ് തുറക്കണം. നിങ്ങൾ സാൽവേഷൻ ആർമിയാണ്. ഈശ്വരീയ മിഷനാണല്ലോ. നേരത്തെ ശൂദ്ര മായാവി മിഷന്റേതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ മിഷന്റേത് ആയിരിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം മഹത്വമുണ്ട്. ഈ ലക്ഷ്മി നാരായണന്റേത് എന്ത് മഹിമയാണ്! ഏതുപോലെയാണോ രാജാക്കന്മാരുള്ളത്, അതേപോലെയാണ് രാജ്യം ഭരിക്കുന്നത്. ബാക്കി ഇവരെ പറയും സർവഗുണ സമ്പന്നം, വിശ്വത്തിന്റെ അധികാരി. കാരണം ആ സമയത്ത് മറ്റൊരു രാജ്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ വിശ്വത്തിന്റെ അധികാരി എങ്ങനെയാകാം എന്ന് കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തന്നെയാണ് ദേവതയാകുന്നത്. അപ്പോൾ പിന്നെ അവരെ എങ്ങനെ ശിരസ് നമിക്കുവാൻ സാധിക്കും? നിങ്ങൾ നോളജ്ഫുൾ ആയി കഴിഞ്ഞു. ആർക്കാണോ നോളജ് ഇല്ലാത്തത് അവരാണ് ശിരസ് നമിക്കുന്നത്. നിങ്ങൾ സർവരുടെയും ഓക്യുപ്പേഷൻ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ഏത് ചിത്രമാണ് റോങ്, ഏത് ചിത്രമാണ് റൈറ്റ്, അതും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. രാവണ രാജ്യത്തെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇത് രാവണ രാജ്യമാണ്. ഇതിന് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കേണ്ടതുണ്ട്. വൈക്കോൽ കൂന എന്ന് വിശ്വത്തെയാണ് പറയുന്നത്. ഏതെല്ലാം വാക്കുകളാണോ പാടപ്പെടുന്നത് അതിന്മേലാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഭക്തി മാർഗത്തിലാണെങ്കിൽ അനേകം ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ യഥാർത്ഥമായി ഉണ്ടാകുന്നത് ശിവ് ബാബയുടെ പൂജയാണ്. പിന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കറിന്റെ ത്രിമൂർത്തിയെ ഉണ്ടാക്കുന്നത് ശരിയാണ്. പിന്നെ ഈ ലക്ഷ്മി നാരായണൻ, ഇത്രമാത്രം. ത്രിമൂർത്തിയിൽ ബ്രഹ്മ സരസ്വതിയും വരുന്നു. ഭക്തി മാർഗത്തിൽ എത്ര ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഹനുമാന്റെയും പൂജ ചെയ്യുന്നു. നിങ്ങൾ മഹാവീരൻ ആയിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിലും ചിലരുടെ സവാരി ആനയുടെ മേലും ചിലരുടെ സവാരി കുതിരയുടെ മേലും കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള സവാരി ഒന്നുമില്ല. ബാബ പറയുന്നു മഹാരഥി. മഹാരഥി എന്നാൽ ആനയുടെ മേൽ സവാരി ചെയ്യുന്നവർ. അവർ പിന്നെ ആനയെ വാഹനമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ആനയെ മുതല ഭക്ഷിക്കുന്നത് എന്നതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആരാണോ മഹാരഥി അവരെയും ഇടയ്ക്കിടയ്ക്ക് മായയാകുന്ന മുതല വിഴുങ്ങുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിന്റെ വിവേകം വന്നിരിക്കുന്നു. നല്ല നല്ല മഹാരഥികളെയും മായ ഭക്ഷിക്കുന്നു.
ഇതാണ് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ. ഇതിനെ ആർക്കും തന്നെ വർണ്ണിക്കുവാൻ സാധിക്കില്ല. ബാബു പറയുന്നു, നിർവികാരിയാകണം, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. കൽപ്പകൽപ്പങ്ങളിൽ ബാബു പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിലാണ് പ്രയത്നം. ഇതിൻ്റെ മേൽ നിങ്ങൾ വിജയം നേടുന്നു. പ്രജാപിതാവിൻ്റേത് ആയപ്പോൾ സഹോദരി സഹോദരനായി. വാസ്തവത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാക്കളാണ്. ആത്മാവ് ആത്മാവിനോട് സംസാരിക്കുന്നു. ആത്മാവ് തന്നെയാണ് ഈ കാതുകളിലൂടെ കേൾക്കുന്നത്. ഇത് ഓർമ്മ വെക്കേണ്ടി വരും. ഞാൻ ആത്മാവിനെയാണ് കേൾപ്പിക്കുന്നത്, ദേഹത്തെ അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. പിന്നെ പരസ്പരം സഹോദരിയും സഹോദരനുമാണ്. കേൾപ്പിക്കേണ്ടത് സഹോദരനെയാണ്. ദൃഷ്ടി ആത്മാവിൻ്റെ നേർക്കാണ് പോകേണ്ടത്. ഞാൻ സഹോദരനെയാണ് കേൾപ്പിക്കുന്നത്. സഹോദരൻ കേൾക്കുന്നുണ്ടോ? അതെ, ഞാൻ ആത്മാവാണ് കേൾക്കുന്നത്. ബിക്കാനീറിൽ ഒരു കുട്ടിയുണ്ട്. സദാ ആത്മാ ആത്മാ എന്ന് പറഞ്ഞ് എഴുതുന്നു. എൻ്റെ ആത്മാവ് ഈ ശരീരത്തിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആത്മാവായ എൻ്റെ വിചാരം ഇതാണ്, എൻ്റെ ആത്മാവാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആത്മാഭിമാനി ആവുക എന്നത് പ്രയത്നമുള്ള കാര്യമാണല്ലോ. എൻ്റെ ആത്മാവാണ് നമസ്തേ പറയുന്നത്. ബാബ ആത്മീയ കുട്ടികളെ എന്ന് പറയുന്നു. അപ്പോൾ ഭൃഗുടിയുടെ നേർക്ക് നോക്കേണ്ടി വരും. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. ആത്മാവിനെയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ ദൃഷ്ടി ആത്മാവിൽ പതിയേണ്ടതാണ്. ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്താണ്. ശരീരത്തിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ വിഘ്നം വരുന്നു. ആത്മാവിനോടാണ് സംസാരിക്കേണ്ടത്. ആത്മാവിനെ തന്നെ നോക്കണം. ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. ആത്മാവിന് അറിയാം, ബാബയും ഇവിടെ ഭൃഗുടിയുടെ മധ്യത്ത് ഇരിക്കുകയാണ്. ആ ഒന്നിനോട് നമ്മൾ നമസ്തേ പറയുന്നു. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവാണ്, ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. ഈ ജ്ഞാനം മുൻപുണ്ടായിരുന്നില്ല. ഈ ദേഹം ലഭിച്ചിരിക്കുന്നത് പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ദേഹത്തിന് തന്നെയാണ് പേര് വയ്ക്കപ്പെടുന്നത്. ഈ സമയം നിങ്ങൾക്ക് ദേഹി അഭിമാനിയായി തിരിച്ച് പോകേണ്ടതുണ്ട്. ഈ നാമം വെച്ചിരിക്കുന്നത് പാർട്ട് അഭിനയിക്കാനാണ്. പേരില്ലാതെ കാര്യവ്യവഹാരം നടക്കുക സാധ്യമല്ല. അവിടെയും കാര്യവ്യവഹാരങ്ങൾ നടക്കുമല്ലോ. എന്നാൽ നിങ്ങൾ സദോ പ്രധാനമായി മാറുന്നു. അതിനാൽ അവിടെ യാതൊരു വികർമ്മവും ഉണ്ടാവുകയില്ല. വികർമ്മമാകുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല. മായയുടെ രാജ്യം തന്നെയില്ല. ഇപ്പോൾ ബാബു പറയുന്നു, ആത്മാക്കളായ നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. ഇത് പഴയ ശരീരമാണ്. പിന്നെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലേക്കും പോകും. അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ജ്ഞാനം എന്തുകൊണ്ടാണ് നൽകുന്നത്? കാരണം ദുർഗതി പ്രാപിച്ചിരിക്കുകയാണ്. കർമ്മമാണെങ്കിൽ അവിടെയും ചെയ്യേണ്ടതുണ്ട്, പക്ഷേ അത് അകർമ്മമാകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കൈകൾ ജോലി ചെയ്യട്ടെ. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ പാവനമാണ്. അപ്പോൾ മുഴുവൻ കാര്യവ്യവഹാരങ്ങളും പാവനമായിരിക്കുന്നു. തമോ പ്രധാന രാവണ രാജ്യത്തിൽ നിങ്ങളുടെ കാര്യവ്യവഹാരങ്ങൾ കൃത്രിമമാകുന്നു. അതിനാൽ മനുഷ്യർ തീർത്ഥയാത്രയ്ക്കും മറ്റും പോകുന്നു. തീർത്ഥയാത്രയ്ക്കും മറ്റും പോകേണ്ടി വരും വിധം സത്യയുഗത്തിൽ ആരും പാപം ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ ഏതെല്ലാം കാര്യം ചെയ്യുന്നുവോ അത് സത്യമായതാണ് ചെയ്യുന്നത്. സത്യത്തിൻ്റെ വരദാനം ലഭിച്ചിരിക്കുന്നു. വികാരത്തിൻ്റെ കാര്യമേയില്ല. കാര്യവ്യവഹാരങ്ങളിലും അസത്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല.
ഇവിടെയാണെങ്കിൽ ലോഭം ഉള്ളത് കാരണം മനുഷ്യർ മോഷണവും ചതിയും ചെയ്യുന്നു. അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഡ്രാമയനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ പുഷ്പമായി മാറുന്നു. അത് നിർവികാരി ലോകം തന്നെയാണ്. ഇത് വികാരി ലോകമാണ്. മുഴുവൻ കളിയും ബുദ്ധിയിലുണ്ട്. ഈ സമയം തന്നെയാണ് പവിത്രമാകുന്നതിനായി പ്രയത്നിക്കേണ്ടി വരുന്നത്. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. യോഗബലമാണ് മുഖ്യം. ബാബ പറയുന്നു, ഭക്തി മാർഗത്തിലെ യജ്ഞം, തപം തുടങ്ങിയവയിലൂടെ ആരും എന്നെ പ്രാപ്തമാക്കുന്നില്ല. സതോ രജോ തമോയിലേക്ക് പോവുക തന്നെ വേണം. ജ്ഞാനം വളരെ സഹജമാണ്, രമണീകവുമാണ്, പ്രയത്നവുമുണ്ട്. ഈ യോഗത്തിന്റെ തന്നെയാണ് മഹിമയുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് സതോ പ്രധാനമാകണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കുന്നതിനുള്ള വഴി ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. മറ്റാർക്കും ഈ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. ചിലർ ചന്ദ്രൻ വരെ പോകുന്നു, ചിലർ വെള്ളത്തിലൂടെ നടക്കുന്നു. പക്ഷേ അതൊന്നും രാജയോഗമല്ല. നരനിൽ നിന്നും നാരായണനാകുവാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിലേതായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. സ്മൃതി വന്നിരിക്കുന്നു. ബാബ കഴിഞ്ഞ കൽപ്പത്തിലും ഇത് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. ബാബ പറയുന്നു, നിശ്ചയ ബുദ്ധി വിജയന്തി. നിശ്ചയമില്ല എങ്കിൽ അവർ കേൾക്കാനേ വരില്ല. നിശ്ചയ ബുദ്ധിയിൽ നിന്നും പിന്നെ സംശയബുദ്ധിയും ആയി പോകുന്നു. വളരെ നല്ല നല്ല മഹാരഥികളും സംശയത്തിൽ വന്നു പോകുന്നു. മായയുടെ അല്പം കൊടുങ്കാറ്റ് വരുന്നതിലൂടെ ദേഹാഭിമാനം വന്നു പോകുന്നു. ഈ ബാബ് ദാദ രണ്ടുപേരും കമ്പൈൻഡ് ആണല്ലോ. ശിവബാബ ജ്ഞാനം നൽകുന്നു, പിന്നെ വിട്ടുപോവുകയാണോ അതോ എന്താണ് ഉണ്ടാകുന്നത്? ആർക്ക് പറയാൻ പറ്റും? അങ്ങ് സദാ ഉണ്ടോ അതോ വിട്ടുപോകുന്നുണ്ടോ എന്ന് ബാബയോട് ചോദിക്കണമോ? ബാബയോട് ഇത് ചോദിക്കുവാൻ സാധിക്കില്ലല്ലോ. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. വരും പോകും. എനിക്കാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. കുട്ടികളുടെ അടുക്കലേക്കും പോകുന്നു, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഇതിൽ സംശയത്തിന്റെ ഒരു കാര്യവും കൊണ്ടുവരരുത്. തൻ്റെ ജോലിയാണ് ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത്. സംശയത്തിൽ വരുന്നതിലൂടെ വീണു പോകുന്നു. മായ ശക്തമായി അടിക്കുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ വരുന്നു. കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, തീർച്ചയായും ബാബ തന്നെയാണ് ഈ ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. എന്നിട്ടും ഈ നിശ്ചയത്തിൽ നിന്നും എത്ര പേർ വീണു പോകുന്നു? ഇത് ബാബ അറിയുന്നു. നിങ്ങൾക്ക് പാവനമാകേണ്ടതുണ്ട്. അതിനാൽ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കൂ. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എങ്കിൽ ഉറച്ച നിശ്ചയമില്ല എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കൂ, അതിലൂടെ നിങ്ങളുടെ പാപം നാശമാകും. ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് എന്തിനു വരുന്നു? നോക്കൂ, ചിലർ ചോദ്യ ഉത്തരങ്ങളിൽ കുഴങ്ങിപ്പോകുന്നു. അപ്പോൾ അവരോട് പറയൂ, നിങ്ങൾ ഈ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. സംശയത്തിൽ വന്നു എങ്കിൽ പഠനം തന്നെ ഉപേക്ഷിക്കും. പിന്നെ മംഗളമുണ്ടാകില്ല. നാടി നോക്കി മനസ്സിലാക്കിച്ചു കൊടുക്കണം. സംശയത്തിലാണ് എങ്കിൽ ഒരു പോയിന്റിൽ ഉറച്ചു നിൽക്കണം. വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് ആദ്യം ഈ നിശ്ചയമുണ്ടാകണം, ബാബ വന്നു കഴിഞ്ഞു, നമ്മെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു.
ഈ സന്തോഷം ഉണ്ടായിരിക്കുന്നു. പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും. അവർക്ക് എന്ത് സന്തോഷം വരാനാണ്? സ്കൂളിൽ പഠനം ഒന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ചിലർ പഠിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, ചിലർ 5-10 രൂപ സമ്പാദിക്കുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ നരനിൽ നിന്നും നാരായണനാവുക എന്നതാണ്. രാജധാനി സ്ഥാപിതമാകുന്നു. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകും. ദേവതമാരുടേതാണെങ്കിൽ വലിയ രാജധാനിയാണ്. അതിൽ ഉയർന്ന പദവി നേടുക എന്നത് പഠനവും ആക്ടിവിറ്റി, അതായത് പ്രവൃത്തിയും അനുസരിച്ചാണ്. നിങ്ങളുടെ ആക്ടിവിറ്റി വളരെ നല്ലതാകേണ്ടതാണ്. ബാബ തന്നെ കുറിച്ചും പറയുന്നു, ഇപ്പോൾ കർമാതീത അവസ്ഥ ആയിട്ടില്ല. എനിക്കും സമ്പൂർണമാകണം, ഇപ്പോൾ ആയിട്ടില്ല. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ബാബയെ ഓർമ്മിക്കുന്നതും സഹജമാണ്. എന്നാൽ അത് ചെയ്തെങ്കിലല്ലേ? ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു കാര്യത്തിലും സംശയബുദ്ധിയായി പഠനം ഉപേക്ഷിക്കരുത്. ആദ്യം പാവനമാകുന്നതിനായി ഒരു ബാബയെ ഓർമ്മിക്കണം, മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. ശരീരത്തിലേക്ക് ദൃഷ്ടി പോകുന്നതിലൂടെ വിഘ്നം വരുന്നു. അതിനാൽ ഭൃഗുടിയിൽ നോക്കണം. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. ആത്മാഭിമാനി ആകണം. നിർഭയരായി സേവനം ചെയ്യണം. വരദാനം: സദാ ബാബയുടെ അവിനാശിയും നിസ്വാർത്ഥവുമായ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്ന മായ പ്രൂഫായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾ സദാ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നത് അവരെ മായയ്ക്ക് ആകർഷിക്കുവാൻ സാധിക്കില്ല. ഏതുപോലെ വാട്ടർ പ്രൂഫായ വസ്ത്രം ആണെങ്കിൽ ജലത്തിൻ്റെ ഒരു തുള്ളി പോലും നിലനിൽക്കില്ല. അതേപോലെ ആരാണോ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നത് അവർ മായ പ്രൂഫ് ആയി മാറുന്നു. മായയുടെ ഒരു യുദ്ധത്തിനും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. കാരണം ബാബയുടെ സ്നേഹം അവിനാശിയും നിസ്വാർത്ഥവുമാണ്. ആര് ഇതിൻ്റെ അനുഭവിയായോ അവർ അല്പകാലത്തെ സ്നേഹത്തിൽ കുടുങ്ങുക സാധ്യമല്ല. ഒന്നാമതായി ബാബ, രണ്ടാമതായി ഞാൻ, അതിനിടയിൽ മൂന്നാമത് ആർക്കും വരാനേ സാധിക്കില്ല. സ്ലോഗൻ: വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായി കർമ്മം ചെയ്യുന്നവർക്ക് തന്നെയാണ് സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നത്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതം എന്നാൽ കർമ്മത്തിന് വശപ്പെടുന്നവരല്ല, എന്നാൽ അധികാരിയായി, അതോറിറ്റിയായി കർമ്മേന്ദ്രിയങ്ങളുടെ സംബന്ധത്തിൽ വരണം. വിനാശി കാമനയിൽ നിന്നും വേറിട്ടവരായി കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കണം. ആത്മാവാകുന്ന യജമാനനെ കർമ്മം തനിക്ക് അധീനമാക്കരുത്, എന്നാൽ അധികാരിയായി കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കണം. ചെയ്യിക്കുന്നവനായി കർമ്മം ചെയ്യിക്കണം. ഇതിനെയാണ് കർമ്മത്തിൻ്റെ സംബന്ധത്തിൽ വരിക എന്ന് പറയുന്നത്. കർമാതീതമായ ആത്മാവ് സംബന്ധത്തിൽ വരുന്നു, ബന്ധനത്തിലല്ല. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ ഒരു ചൈതന്യ മണിയായി സ്വയം തന്നെ കാണൂ. ചിന്തിക്കൂ, ഞാൻ അതിതേജസ്വിയായ ആത്മാവാണ്. പവിത്ര ആത്മാവാണ്.
ശക്തിശാലി ആത്മാവാണ്. ഈ സങ്കല്പങ്ങളുടെ അനുഭവ സ്വരൂപമായി സ്ഥിതി ചെയ്യൂ. ഫരിസ്തകളുടെ പ്രകാശ ശരീരം ധാരണ ചെയ്യൂ. ചിന്തിക്കൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. എന്നിൽ നിന്നും 4 ഭാഗത്തും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫരിഷ്തയായ ഞാൻ ആകാശത്തിനും ഉപരി സൂക്ഷ്മ ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര പവിത്രതയുടെ പ്രകാശം നിറഞ്ഞ തൂവെള്ള പ്രകാശം നിറഞ്ഞ ഈ ഫരിസ്തകളുടെ ലോകത്തിൽ, ഈ സൂക്ഷ്മ ലോകത്തിൽ ഞാൻ ബാഗ്ദാദയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാഗ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യനായ ശിവ് ബാബയുടെ തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നിൽ പതിക്കുന്നു. ബാഗ്ദാദയിൽ നിന്നും സർവശക്തികളുടെയും വരദാനി ദൃഷ്ടി ഞാൻ സ്വീകരിക്കുന്നു. എന്നിൽ സർവശക്തികളും നിറയുന്നു. ഈ ദിവ്യ ഈശ്വരീയ പ്രാപ്തികളാൽ സമ്പന്നമായി ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ സാകാര ദേഹത്തിൽ അവതരിക്കുന്നു. വിശ്വമംഗളാർത്ഥം ഫരിഷ്തയായി അവതരിച്ചിരിക്കുന്ന ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും പരമാത്മാ പവിത്രതയുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ ശക്തിയുടെയും കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു.